നോക്ക് ചേച്ചി, ഇതുവരെ ഒതുങ്ങി നിന്നവളുടെ തനി സ്വഭാവം പുറത്തു വരുന്നത് കണ്ടോ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇതത്ര പാവമൊന്നുമല്ലെന്ന്. അഹങ്കാരി. ലക്ഷ്മി വെറുപ്പോടെ പറഞ്ഞു നോക്കിയത് വാതിൽക്കൽ കയ്യും കെട്ടി നിൽക്കുന്ന കാശിയെയാണ്. അവരുടെ മുഖം വിളറി. രേവതിയും അറിയാതെ ഉമിനീരിറക്കി. പണ്ട് എന്റെ സന്തോഷങ്ങൾ ഇല്ലാതാക്കിയ പോലെ ഇപ്പോൾ ഇവളുടെ ജീവിതവും തകർക്കാനാണോ അമ്മയുടെ പ്ലാൻ? എടുത്തടിച്ച പോലെയുള്ള അവന്റെ ചോദ്യത്തിൽ രേവതി തറഞ്ഞു നിന്നുപോയി. ഇവിടെ നടക്കുന്നതൊക്കെ അറിഞ്ഞിട്ടും ഞാൻ മിണ്ടാതെ നിന്നിരുന്നത് ഞാനൊരു പോങ്ങനായതുകൊണ്ടല്ല. ഞാനിതിൽ ഇടപെടണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഇവൾ ഇടപെടാതിരുന്നത്. പക്ഷെ ഇനിയും ഞാൻ മിണ്ടാതെ നിന്നാ അതെനിക്ക് തന്നെ പാരയാവും. കാശി സിറ്റ് ഔട്ടിലേക്ക് ഇറങ്ങി നിന്നു. അവന്റെ പുറകിൽ തന്നെ നന്ദുവുമുണ്ട്. ഇവിടെ എന്ത് നടന്നെന്നാ നീ പറയുന്നത്? ലക്ഷ്മി ചൊടിയോടെ ചോദിച്ചതും കാശി അവരെ പുച്ഛത്തോടെ നോക്കി. ആന്റിയേക്കാൾ സന്തോഷത്തോടെ എന്റെ അമ്മ ഇവിടെ ജീവിക്കുന്നത് ആന്റിക്ക് ഒട്ടും പിടിക്കുന്നില്ല അല്ലേ? മുഖത്തേക്ക് നോക്കി കാശി ചോദിച്ചതും ലക്ഷ്മി ഒന്ന് പതറി. രേവതി വിശ്വാസം വരാതെ അനിയത്തിയെ നോക്കി. അവരെ നോക്കണ്ട. അമ്മയുടെ ജീവിതം കുട്ടിച്ചോറാക്കാനാണ് അവർ ഈ കളികളൊക്കെ കളിക്കുന്നത്. പണ്ടും എന്നെ ബോർഡിങ്ങിൽ ചേർത്ത് ലൈഫ് എൻജോയ് ആക്കാനും അമ്മയ്ക്ക് ഉപദേശം നൽകിയത് ഈ അനിയത്തിയായിരുന്നല്ലോ. അത് അമ്മയോടുള്ള സ്നേഹം കൊണ്ടാവും. പക്ഷെ ഇപ്പോ ഇത് അമ്മയെ മുഴുവനായും എനിക്കും ഇവൾക്കും നേരെ തിരിക്കാനാണ്. അതുപോലും മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ലല്ലോ അമ്മേ? കാശി പുച്ഛത്തോടെ ചോദിച്ചു. രേവതി തലയ്ക്കടിയിൽ കിട്ടിയതുപോലെ നിന്നുപോയി. ചേച്ചി, ഇവന് ഭ്രാന്താണ്. അല്ലാതെ ഇതൊക്കെ പറയുവോ? അല്ലെങ്കിൽ ആ പുറകെ നിൽക്കുന്നവൾ ഓതി കൊടുത്തു കാണും. ഡീ, അടങ്ങി അവിടെ നിന്നോണം ആന്റി. ഇനിയൊരു ചുവട് മുന്നോട്ട് വെച്ചാ കാശിയുടെ കൈ ആ കവിളത്ത് പതിയും. മുന്നോട്ട് നടക്കാനൊരുങ്ങിയ ലക്ഷ്മിയുടെ കാലുകൾ ആരോ പിടിച്ചു കെട്ടിയതുപോലെ നിന്നു. അവർ പകപ്പോടെ കാശിയെ നോക്കി. ഇതുവരെ വാ തുറക്കാത്തവന്റെ ഈ ഭാവം അവരിൽ പകപ്പ് നിറച്ചിരുന്നു. ആ നിമിഷം തന്നെയാണ് ശേഖരന്റെ കാർ മുറ്റത്തേക്ക് കയറിയത്. രേവതിയും ലക്ഷ്മിയും ആകെ വിറച്ചുപോയി. ഇപ്പോൾ ഒരു സംസാരമുണ്ടായാൽ ശരിക്കും പെട്ടുപോകുമെന്ന് അവർക്ക് ഉറപ്പായി. കാരണം ശേഖറിന് നന്ദുവിനെ വലിയ കാര്യമാണ്. പണ്ട് രേവതിയുടെ വാക്ക് കേട്ട് കാശോട് ചെയ്ത തെറ്റിന് അവർ പ്രായശ്ചിത്തം ചെയ്യുന്നത് അവന്റെ ഭാര്യയെ മകളെപ്പോലെ സ്നേഹിച്ചാണ്. അങ്ങനെയുള്ളപ്പോ താൻ പറഞ്ഞതും ചെയ്തതും ഒക്കെ അറിഞ്ഞാൽ ഉറപ്പായും ശേഖരേട്ടന് പിടിക്കില്ല. തല്ലാൻ വരെ മടിക്കില്ല. അവർക്ക് വല്ലാത്ത ഭയം തോന്നി. ഇപ്പോൾ ഒന്നും സംസാരിക്കേണ്ടിയിരുന്നില്ല എന്നവർക്ക് തോന്നിപ്പോയി. ഞാൻ വിളിച്ചിട്ടാ അച്ഛൻ വന്നത്. ഇന്നത്തോടെ ഇതിന് തീരുമാനം ഉണ്ടാക്കും ഞാൻ. കാശി പറഞ്ഞ് ഹാളിലേക്ക് കയറിയതും രേവതി അവനെ തുറച്ചു നോക്കി. ശേഖറിനൊപ്പം പ്രിയയുമുണ്ടായിരുന്നു. രണ്ടാളുടെയും മുഖം ഇരുണ്ടിരിക്കുന്നത് കണ്ട് ലക്ഷ്മി ആകെ പെട്ടുപോയി. എന്നാ നന്ദു ഇനി എന്താ നടക്കുക എന്നൊരു ചിന്തയിലായിരുന്നു. ഇന്നത്തോടെ എല്ലാം കലങ്ങി തെളിയണേ എന്നവൾ ആഗ്രഹിച്ചുപോയി. എല്ലാവരും അകത്തേക്ക് കയറിപ്പോയതും രേവതി തിരിഞ്ഞ് ലക്ഷ്മിയെ നോക്കി. മുഖത്തെ പതർച്ച മാറ്റി ലക്ഷ്മി വിളറിച്ചിരിച്ചതും രേവതിയുടെ കണ്ണൊന്ന് കലങ്ങി. കാശി പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ ആ ചിന്തകൾ തന്നെ രേവതിയെ മുറിവേൽപ്പിച്ചു. അങ്ങനെയാണേൽ ഒരിക്കലും തനിക്കിത് സഹിക്കാനാവില്ല എന്നവർക്ക് തോന്നി. തന്റെ ഭർത്താവിനേക്കാളും മക്കളെക്കാളും പ്രിയപ്പെട്ടത് അനിയത്തി തന്നെയായിരുന്നു. ഭർത്താവ് മരിച്ചുപോയി എന്ന സാഹചര്യത്തിൽ എനിക്കാരുമില്ലല്ലോ ചേച്ചി എന്നും നിലവിളിച്ച് തന്റെ മാറിലേക്ക് ചാഞ്ഞവളെ ഇന്നും പൊതിഞ്ഞു പിടിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. തറവാട്ടിൽ അനിയന്മാരുടെ കൂടെയോ ഏട്ടന്മാരുടെ കൂടെയോ നിൽക്കാൻ സമ്മതിക്കാതെ തന്റെ കൺമുന്നിൽ നിർത്തിയിരിക്കുന്നത് ഒരിക്കലും പിരിയാൻ പറ്റില്ല എന്നൊരു ബോധ്യത്തിലായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാം തകിടം മറിഞ്ഞ പോലെ. വേദനിക്കുന്ന ഹൃദയത്തെ അടക്കിപ്പിടിച്ച് അകത്തേക്ക് കയറിപ്പോയതും ലക്ഷ്മി ഇനി എന്ത് എന്നൊരു ആലോചനയിൽ നിന്നുപോയി. അമ്മ വന്നേ. കുറച്ചുനേരം ആ നൃത്തം തുടരുമ്പോൾ പ്രിയ വന്ന് വിളിച്ചിരുന്നു. അവളുടെ ശബ്ദത്തിന് പോലും വല്ലാത്ത കടുപ്പമുണ്ടെന്ന് തോന്നി അവർക്ക്. ലക്ഷ്മി ഹാളിലേക്ക് ചെല്ലുമ്പോൾ സോഫയിൽ ശേഖർ ഇരിപ്പുണ്ട്. രേവതി ഒരു മൂലയിൽ തല താഴ്ത്തി കാശിയുടെ ഓരത്ത് നിൽക്കുന്ന നന്ദുവിനെ ഒന്ന് നോക്കി. ലക്ഷ്മി രേവതിയുടെ അടുത്തായി നിന്നു. പക്ഷേ രേവതി അവരെ കണ്ട ഭാവം നടിച്ചില്ല. ഉം എല്ലാവരുമായി. ഇനി പറ, എന്താ കാര്യം? ഇതുവരെ ഇല്ലായിരുന്ന മുറുക്കം ശേഖറിന്റെ ശബ്ദത്തിനുണ്ട്. ഞാൻ പറയാം. കാശി മേശയിൽ ചാരി കൈകെട്ടി നിന്നു. എല്ലാവരുടെയും നോട്ടം അവനിലേക്കെത്തി. കല്യാണമേ വേണ്ട എന്നും പറഞ്ഞു നടന്ന് എന്നെ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിച്ചത് നിങ്ങളായിരുന്നു അല്ലേ? ഞാൻ പറഞ്ഞിരുന്നില്ലേ എനിക്കിപ്പോൾ ഒന്നും ഒരു വിവാഹം വേണ്ടെന്ന്? പറഞ്ഞിരുന്നില്ലേ അമ്മേ? അവൻ ചോദ്യത്തോടെ രേവതിയെ നോക്കി. അവരൊന്നും പറഞ്ഞില്ല. അതിന് മുഖ്യ കാരണം ഈ വീട് തന്നെയാണ്. എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ ഒരു പെൺകുട്ടിയുടെ കൈയും പിടിച്ച് ഇങ്ങോട്ട് കയറി വന്നാ ഇവിടെ എന്തൊക്കെ നടക്കുമെന്ന്. അവസാനം അതുപോലെ തന്നെ സംഭവിച്ചു. കാശി നന്ദുവിനെ നോക്കി. പിന്നെ അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ച് മുന്നിലേക്ക് നിർത്തി. ഒരു മാസം ആയതേ ഉള്ളൂ ഈ പെണ്ണ് ഈ വീട്ടിലേക്ക് വന്നു കയറിയിട്ട്. അപ്പോളേക്കും ഈ വീട്ടിലെ ജോലിയൊക്കെ ചെയ്യണമെന്ന് പറയുമ്പോ വേലക്കാരിയായിട്ടല്ല ഞാൻ ഇവളെ കൊണ്ടുവന്നത്, എന്റെ പെണ്ണായിട്ടാണ്. നന്ദു ആരെയും നോക്കാതെ തല താഴ്ത്തി നിന്നു. ഇതൊക്കെ പറയാൻ
മാത്രം എന്തുണ്ടായി കാശി ഇവിടെ? അത് പറ. ശേഖർ ചോദിച്ചതും കാശി പുച്ഛത്തോടെ ചുണ്ടുകൂട്ടി. എന്തുണ്ടായെന്നോ? എന്തുണ്ടായില്ല എന്ന് ചോദിക്ക്. അവൻ അമ്മയെയും ആന്റിയെയും മാറി മാറി നോക്കി. കല്യാണം കഴിഞ്ഞ് പിറ്റേന്ന് തുടങ്ങിയതാണ് ചേച്ചിയും അനീത്തിയും കൂടി ഇവളെ കൊണ്ട് പല പണികളും എടുപ്പിക്കാൻ നോക്കുന്നത്. പണികളൊന്നും ചെയ്യേണ്ടെന്ന് ഞാൻ പറയില്ല. പക്ഷെ കുറച്ച് സാവകാശം വേണ്ടേ ഇവൾക്ക്? സ്വന്തം വീട്ടിൽ നിന്ന് പെട്ടെന്നൊരു പറിച്ചുനടലിൽ ആകെ തളർന്നുപോയൊരു പെണ്ണിനെ ഇങ്ങനെയാണോ ട്രീറ്റ് ചെയ്യേണ്ടത്? അതിനിടയിൽ ഞങ്ങളും ഒന്ന് അടുത്തു വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. വർഷങ്ങളോളം പ്രണയിച്ച് പരസ്പരം മനസ്സിലാക്കിയൊന്നുമല്ല ഞങ്ങൾ വിവാഹം കഴിച്ചത്. പകരം നിങ്ങൾ കണ്ടെത്തിയ പെണ്ണുമായി ഒരു ദിവസത്തെ മാത്രം പരിചയത്തിൽ സമ്മതം മൂളുകയായിരുന്നു. ഞങ്ങൾ ശരിക്കും ഒന്ന് സംസാരിച്ചത് എല്ലാം ഉറപ്പിച്ച് കല്യാണത്തിന് വെറും ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ്. ഞങ്ങൾക്ക് പരസ്പരം മനസ്സിലാകാൻ കുറച്ച് ടൈം വേണം. അതുപോലെ ഭൂമിക്ക് ഈ വീടുമായി മിങ്കിളാവാനും കുറച്ചേറെ ടൈം വേണ്ടി വന്നേക്കും. അതൊന്നും ചിന്തിക്കാതെ പിറ്റേ ദിവസം തന്നെ അമ്മ ഇവളെ കൊണ്ടുപോയി വാഷിംഗ് മെഷീൻ കാണിച്ചു കൊടുത്തിരിക്കുന്നു. അതിനു മുമ്പ് ഈ വീട്ടിലെ അമ്മയുടെ മുറിയുടെ വാതിൽ അമ്മ ഭൂമിക്ക് തുറന്നു കൊടുത്തിട്ടുണ്ടോ? ആന്റിയുടെ മുറി വാതിൽ തുറന്നിട്ടുണ്ടോ? ഇല്ല. ഇത്ര നാളുമായി അവൾ രണ്ട് മുറിയും കണ്ടിട്ടില്ല. ഉണ്ടോ ഭൂമി? കാശി അവസാനം നന്ദുവിനെ നോക്കിയതും അവൾ ആരെയും നോക്കാതെ ഇല്ലെന്ന് തലയാട്ടി. വീട് കാണിച്ചു കൊടുത്ത് എല്ലായിടവും പരിചയപ്പെടുത്തി കൊടുക്കുന്നതിനു പകരം അമ്മ അവളെ കുറ്റം പറയുന്നു. അതെങ്ങനെ? ആന്റിയുടെ വാക്കുകൾ കേട്ടല്ലേ അമ്മ എന്തും ചെയ്യുന്നത്? കാശി ദേഷ്യത്തിൽ വിറച്ചു പോയിരുന്നു. ശേഖറും പ്രിയയും എല്ലാം കേട്ട് സോഫയിലിരുന്നു. ഭൂമി, ഈ 1.5 മാസത്തിൽ ഈ വീട്ടിൽ നിനക്കുണ്ടായ അനുഭവങ്ങൾ പറയ. നന്ദുവിന്റെ കയ്യിൽ തട്ടി കാശി പറഞ്ഞതും നന്ദു അവനെ ദയനീയമായി നോക്കി. കാശി പ്ലീസ്, ഒരു പ്രശ്നം വേണ്ട. ഇത് പ്രശ്നമൊന്നുമല്ല ഭൂമി. പ്രശ്നമൊക്കെ നേരത്തെ ഉണ്ടായതാണ്. അത് സൊല്യൂഷൻ കണ്ടെത്തൽ ആണ്. സോ എല്ലാം പറയണം. ഇല്ലെങ്കിൽ ഞാൻ തന്നെ വിളിച്ചു പറയും. അത് വേണോ? കാശി കടുപ്പത്തിൽ പറഞ്ഞതും നന്ദു കൈകൾ കൂട്ടിപ്പിടിച്ചു. അവൾക്ക് വല്ലാത്ത വേദന തോന്നി. ഇങ്ങനെയൊന്നും ഒരിക്കലും കരുതിയിരുന്നില്ല. തന്റെ സ്വപ്ന ജീവിതം ഇതുപോലെ ആയിരുന്നില്ല. തന്റെ കുടുംബം പോലെ അത്രയും സന്തോഷത്തോടെ കളിച്ചും ചിരിച്ചും. നന്ദുവിന്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു. മോള് പേടിക്കാതെ എല്ലാം പറഞ്ഞു. ഇങ്ങനെ മനസ്സിൽ പൂട്ടിവെക്കേണ്ട കാര്യമല്ല ഇതൊക്കെ. ശേഖറും പറഞ്ഞതും നന്ദു തലയുയർത്തി രേവതിയെ നോക്കി. അവളെ നോക്കാതെ നിൽക്കുന്ന അമ്മയുടെ മുഖം കാണെ അവൾക്ക് വേദന തോന്നി. അമ്മയുടെ സ്ഥാനത്ത് തന്നെയാണ് കണ്ടത്. പക്ഷെ അമ്മയല്ലെന്ന് പിന്നെയും പിന്നെയും തെളിയിച്ചു തന്നിരുന്നു. പറ നന്ദു, എല്ലാവരും നിന്നെ കേൾക്കാൻ തയ്യാറായാണ് ഇരിക്കുന്നത്. പ്രിയയും പറഞ്ഞു. നന്ദു തലയാട്ടി. പിന്നെ ഓടിച്ചെന്ന് അച്ഛന്റെ അടുത്തായിരുന്ന് അയാളുടെ ഒരു കൈ തന്റെ കൈയാൽ പൊതിഞ്ഞു പിടിച്ചു. ആ പ്രവൃത്തി ശേഖറിൽ ഞെട്ടലുണ്ടാക്കി. പക്ഷെ നന്ദുവിന് സൂര്യൻ അടുത്തുള്ളതുപോലെ തോന്നി ആ നിമിഷം. ഞാൻ വീട്ടിലെ ഒറ്റ മോളാണ് പപ്പ. 3 ഏട്ടന്മാരുടെ കുഞ്ഞു പെങ്ങൾ. അതുകൊണ്ട് ആവശ്യത്തിൽ കൂടുതൽ കൊഞ്ചിച്ച അവരെന്നെ വളർത്തിയത്. വീട്ടിലെ ഒരു പണിയും ഞാൻ ചെയ്യില്ല. എന്തിന്, കഴിച്ച പ്ലേറ്റ് പോലും കഴുകി വെക്കാറില്ല. പക്ഷെ കല്യാണം അടുത്തപ്പോ അമ്മ എനിക്ക് ക്ലാസ് എടുക്കാൻ തുടങ്ങി. ഇവിടെ വന്ന് കഴിയുന്ന പണികൾ എടുക്കാനും അതുപോലെ ഇവിടുത്തെ അമ്മയുടെ കൂടെ കൂടി എല്ലാം സാവകാശം പഠിച്ചെടുക്കാം എന്നൊക്കെയായിരുന്നു എന്റെ മനസ്സിൽ. പക്ഷേ ഇവിടെ വന്നപ്പോ അമ്മയ്ക്ക് എന്നെ ഇഷ്ടമായില്ലെന്ന് തോന്നുന്നു. എപ്പോഴും എന്നോട് മുഖം കറുപ്പിച്ചേ സംസാരിക്കൂ. ആദ്യ ദിവസം ഇത്തിരി സ്നേഹത്തോടെ സംസാരിച്ചിരുന്നു. പക്ഷെ പിന്നീട് എന്റെ മുഖത്തേക്ക് പോലും നോക്കിയില്ല. ഞാനൊന്ന് മാറി നിന്ന ആന്റിയും അമ്മയും കൂടി എന്തൊക്കെയോ രഹസ്യം പറയുന്നത് കാണാം. അത് കഴിഞ്ഞ് അമ്മയ്ക്ക് എന്നോട് വെറുപ്പ് പോലെയാ. അത് മാത്രം എനിക്ക് ഉൾക്കൊള്ളാനാവുന്നില്ല പപ്പ. അവരങ്ങനെയൊക്കെ ചെയ്യുമ്പോ എന്തോ പോലെയാ. വീർപ്പ് മുട്ടും ഈ വീട്ടിൽ. കാശിയില്ലെങ്കിൽ എനിക്ക് വീട്ടിൽ വയ്യ. ഒട്ടും പറ്റണില്ല. നന്ദു ഒന്ന് ഏങ്ങിയതും ശേഖർ അവളെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. എനിക്ക് ഒരു ജോലിയും അറിയില്ല. പക്ഷെ ഇവിടെ വന്ന് കഴിയുന്നതൊക്കെ ഞാൻ ചെയ്യും. പിന്നെ ഫുഡ് ഉണ്ടാക്കാൻ ഒട്ടും അറിയില്ല എനിക്ക്. അമ്മയുടെ കൂടെ കൂടി പഠിക്കാൻ തോന്നും. വീട്ടിലെ ഏട്ടത്തി ഇതുപോലെയായിരുന്നു. അമ്മയുടെ കൂടെ അടുക്കളയിൽ കൂടി ഓരോന്നും ഉണ്ടാക്കും. അത് കാണുമ്പോ ഞാനും കൊതിച്ചിരുന്നു. ഞാൻ അടുത്തേക്ക് ചെല്ലുമ്പോ തന്നെ അമ്മ ദേഷ്യപ്പെടും. എനിക്ക് വയ്യ പപ്പ. എന്തിനാ എന്നോടിങ്ങനെ? ഞാൻ ഞാൻ അമ്മയുടെ കൂടെ തന്നെ കൂടാം. പക്ഷെ എന്നെ വെറുക്കല്ലെന്ന് പറഞ്ഞു. ഞാൻ ഞാൻ ഈ ഒന്നും ചെയ്യാതെ നിൽക്കില്ല. അവൾ വിതുമ്പി കരഞ്ഞുപോയി. ശേഖരന്റെ കണ്ണുകളും നിറഞ്ഞു. അവളെ ആശ്വസിപ്പിച്ച് അയാൾ ഭാര്യയെ കണ്ണുകൾ മാറ്റി നോക്കി. ആ നോട്ടത്തിൽ രേവതി ഒന്ന് പകച്ചുപോയി. അത്രയും ദേഷ്യം നിറഞ്ഞ നോട്ടം. നന്ദു ഒന്ന് ഓക്കെ ആയതും അയാൾ പ്രിയയെ എടുത്തു വിളിച്ച് അവളിലേക്ക് നന്ദുവിനെ ചേർത്തിരുത്തി എണ്ണീറ്റു. ഭർത്താവ് മുന്നിലേക്ക് നടന്നു വന്നതറിഞ്ഞ് രേവതി കണ്ണിറുക്കെ അടച്ചു നിന്നു. ആ നിമിഷം തന്നെ അവരുടെ കരണത്ത് അയാളുടെ കൈകൾ പതിഞ്ഞിരുന്നു. ആ മുഖം ഒരു സൈഡിലേക്ക് ചരിഞ്ഞു പോയിരുന്നു. അവർ ഞെട്ടലോടെ മുഖമുയർത്തി നോക്കിയതും ശേഖർ രേവതിയെ പിടിച്ച് മുന്നിലേക്ക് നിർത്തി.
നന്ദു അപ്പോഴും ആ അടിയുടെ ഞെട്ടലിൽ ഇരിക്കുകയാണ്. തല്ലുമെന്ന് അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല. വന്നുവെന്ന് എന്തു ആവാമെന്നാണ് നിനക്ക്? അയാൾ അലറുകയായിരുന്നു. രേവതി കരച്ചിലടക്കി ഭർത്താവിനെ നോക്കി. എന്താടി നിന്റെ പ്രശ്നം? ഏ എന്താ ശരിക്കുള്ള നിന്റെ പ്രശ്നം? അത് പറ. ഈ ഇരിക്കുന്ന കൊച്ചിനെ കണ്ട് ഇഷ്ടപ്പെട്ടത് നീ തന്നെയല്ലേ മകനെ നിർബന്ധിച്ചത്? അവൻ വേണ്ട വേണ്ട എന്ന് പറയുമ്പോഴും നീ തന്നെയല്ലേ ഓരോന്നും പറഞ്ഞ് എന്റെ അവന്റെ സ്വസ്ഥത കെടുത്തിയത്? എന്നിട്ടിപ്പോ എന്താ നിനക്ക്? ബോധമെല്ലാം പോയോ? നീ എന്തൊക്കെയാ ചെയ്തു കൂട്ടുന്നതെന്ന് സാമാന്യ ബോധമുണ്ടോ നിനക്ക്? അവൾ അവൾ ചെറുതല്ലേ രേവതി? നമ്മുടെ പ്രിയയുടെ അത്രയല്ലേ ഉള്ളൂ. ആ പെണ്ണിനെ നീ വെറുക്കുന്നോ? അത്രയ്ക്കും എന്താ പാവം നിന്നോട് ചെയ്തത്? പറയടി, പറയാൻ. അവസാനം അയാൾ അലറിയതും രേവതി ഞെട്ടി നോക്കി. വാ തുറന്നില്ലേ ഇനിയും എന്റെ കൈ ഉയരും രേവതി. അതിനേക്കാളും നല്ലതും മണിയായി നിന്റെ മനസ്സിലുള്ളത് പറയുന്നതാണ്. പപ്പ പപ്പ പ്ലീസ് അമ്മയെ തല്ലല്ലേ. നന്ദു ഓടി വന്ന് ശേഖറിന്റെ കയ്യിൽ പിടിച്ചതും അയാൾ ഒന്ന് അടങ്ങി. അടിച്ചില്ലേ ഇവളുടെ ഈ സ്വഭാവം നിക്കില്ല മോളെ. ഇന്നും ഇന്നലെ സഹിക്കാൻ തുടങ്ങിയതല്ല ഞാൻ. വർഷങ്ങളായി അവൾ ഈ സ്വഭാവവും വെച്ച് ഇവിടെ കഴിയുന്നു. അന്നൊക്കെ മിണ്ടാതെ നിന്നത് അത്രയ്ക്കും എനിക്ക് അവളെ ഇഷ്ടമായിരുന്നു. പക്ഷേ ഇനി വേണ്ട. കുറച്ച് വൈകിയാണേലും തല്ലി നന്നാക്കേണ്ടി വന്നാ അത് തന്നെ ചെയ്യണം. പല്ലുകടിച്ച് ശേഖർ പറഞ്ഞതും നന്ദു വേണ്ട എന്നതുപോലെ തലയാട്ടി. രേവതി. ശേഖർ ശബ്ദമിത്തിരി മയപ്പെടുത്തി വിളിച്ചു. രേവതി മുഖമുയർത്തി അവരെ നോക്കി. എന്താ കാര്യം? വേഗം പറയണം. അതേട്ടാ, തെറ്റുപറ്റി. ഞാൻ കൂടുതലൊന്നും ചിന്തിച്ചില്ല. അവൾ എപ്പോഴും കാശിയുടെ കൂടെ മുറിയിലായിരിക്കും. മുറി അടച്ചിരിക്കുമ്പോ എന്റെ കൂടെ അടുക്കളയിലേക്ക് വരാതിരിക്കുമ്പോ അറിയാതെ ദേഷ്യം വരും. അതാ ഞാൻ നിന്റെ കൂടെ കൂടാൻ അവളെ നീ താലി കെട്ടിക്കൊണ്ടുവന്നതാണോ? ഏ ശേഖർ ഒറ്റച്ചാട്ടമായിരുന്നു. രേവതി പേടിയോടെ പുറകിലേക്ക് നീങ്ങി. ഇത് നിന്റെ പഴയ സ്വഭാവം തന്നെ. സ്വാർത്ഥത. അതിനുവേണ്ടിയല്ലേ വയറ്റിൽ നാമ്പിട്ട തുടിപ്പിനെ ഒരു ഉളുപ്പുമില്ലാതെ നീ കളയാൻ പോയത്? പെട്ടെന്ന് ശേഖർ അങ്ങനെ ചോദിച്ചതും രേവതി പതറി വിറച്ചു. കാശി തന്റെ കണ്ണുകൾ ഇറുക്കി അടച്ചു. മുഖം ചെരിച്ചു നോക്കിയ നന്ദു കണ്ണടച്ച് തല താഴ്ത്തി നിൽക്കുന്ന കാശിയെ കണ്ട് അവന്റെ അടുക്കലേക്ക് ഓടി ആ നെഞ്ചിലേക്ക് ചാഞ്ഞു. കാശി, സങ്കടപ്പെടല്ലേ. ഞാനില്ലേ. അവൾ അവനെ ഇറുക്കപ്പുണർന്ന് മെല്ലെ പറഞ്ഞതും അവനും അവളെ കെട്ടിപ്പിടിച്ചു. ആ കാഴ്ച കണ്ട് ശേഖറിന്റെ മനസ്സ് നിറഞ്ഞു. പ്രിയ പുഞ്ചിരി തൂകി. ദേ, അതാണ് വേണ്ടത്. തന്റെ ഇണയെ മനസ്സിലാക്കുക. അവനെ ഏതു നേരത്തും ചേർത്ത് പിടിക്കുക. അവന്റെ നിഴലായി കൂടെ നിൽക്കുക. അതാണ് ഒരു ദാമ്പത്യത്തിൽ ആദ്യം വേണ്ടത്. അത് അവരുടെ ഇടയിലുണ്ട്. അല്ലാതെ സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഭർത്താവിന്റെ സന്തോഷം പോലും നോക്കാതെ വയറ്റിലുണ്ടായ കുഞ്ഞിനെ കൊല്ലാൻ നിൽക്കുവല്ല വേണ്ടത്. രേവതി ഞെട്ടലോടെ മുഖമുയർത്തി നോക്കി. ശേഖരന്റെ കവിളുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. കണ്ണുകൾ ചുവന്നിരുന്നു. അതേടി, അന്ന് അബോർഷൻ നടത്തിയ നിന്റെ ജീവൻ ആപത്താണെന്ന് ഞാൻ പറയിപ്പിച്ചതാ. എന്റെ കുഞ്ഞിനെ ജീവനോട് എനിക്ക് കിട്ടാൻ. ആദ്യത്തെ കൺമണിയെ നെഞ്ചോട് ചേർക്കാൻ. ശേഖർ വേദനയോടെ പറഞ്ഞതും രേവതി മുഖം പൊത്തി സോഫയിലേക്ക് ഇരുന്നു പോയി. നിന്റെ ഓരോ തോന്നിവാസത്തിനും കൂട്ടുനിൽക്കുമ്പോ അത് ഞാനും ആസ്വദിക്കുകയായിരുന്നു നീ കരുതിയോ? ഏ എന്റെ നിസ്സഹായതയായിരുന്നടി അതൊക്കെ. എത്രയൊക്കെ പറഞ്ഞിട്ടും നീ കേൾക്കാതെയാവുമ്പോ അവസാനം നിന്റെ കൂടെ നിൽക്കുകയല്ലാതെ വേറെ വഴിയില്ലായിരുന്നു എനിക്ക്. നിനക്ക് വേണ്ടി എന്റെ മോനെ പോലും ഞാൻ മാറ്റി നിർത്തി. ആ ബോർഡിംഗ് സ്കൂളിൽ അവനെ ഒറ്റയ്ക്കാക്കി നീ തിരിച്ചു വരുമ്പോ വെറുത്തു പോയിട്ടുണ്ട് ഞാൻ നിന്നെ പലപ്പോഴും. അയാളുടെ ശബ്ദമിടറി. ആ ഹാളിലെ നിശബ്ദതയിൽ രേവതിയുടെ കരച്ചിൽ മാത്രം ഉയർന്നു കേട്ടു. ശേഖർ തളർച്ചയോടെ സോഫയിലേക്ക് ഇരുന്നതും നന്ദു മുഖം മാറ്റി കാശിയെ നോക്കി. നിറഞ്ഞു തൂവുന്ന കണ്ണുനീരിനെ ഷോൾഡറിൽ തുടച്ചു മാറ്റിയവൻ. നന്ദുവിന്റെ ചുണ്ടുകൾ വിതുമ്പി. കരയല്ലേ കാശി. അവന്റെ കണ്ണുനീർ തുടച്ചു കൊടുത്ത് അവൾ പറഞ്ഞതും കാശി അവളെ നോക്കി ചിരിക്കാൻ ശ്രമിച്ചു. അവന്റെ ചിരിയിൽ നന്ദു കരഞ്ഞുപോയി. അവന്റെ മനസ്സ് എന്തുമാത്രം വേദനിക്കുന്നുണ്ടാവുമെന്നവൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. വാ, നമുക്ക് മുറിയിലേക്ക് പോവാം. കാശിയുടെ കയ്യിൽ പിടിച്ചവൾ സ്റ്റെപ്പ് കയറുമ്പോൾ ഹാളിലെ ആരെയും നന്ദു നോക്കിയില്ല. നന്ദുവിന്റെ കൂടെ ആരെയും നോക്കാതെ കാശിയും സ്റ്റെപ്പ് കയറി. ആ നിമിഷം അവളുടെ മാറിൽ ചാഞ്ഞു കിടക്കാനായിരുന്നു അവൻ ആഗ്രഹിച്ചത്. തന്റെ മാറിലായി കവിൾ ചേർത്ത് കണ്ണുകൾ ഇറുകപ്പൂട്ടി കിടക്കുന്നവനെ കാണുമ്പോൾ നന്ദുവിന്റെ ഹൃദയം വല്ലാതെ വേദനിച്ചു. കാശി. കവിളിൽ മെല്ലെ തഴുകിയവൻ വിളിച്ചതും കാശി ഒന്നുകൂടി മുഖം അവളുടെ മാറിലേക്ക് പൂഴ്ത്തിവെച്ചു. എനിക്കിനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ കഴിയില്ല ഭൂമി. നമുക്ക് പോകാം. അവളുടെ കൈകളിൽ കൈകോർത്ത് കാശി കണ്ണുകൾ ഉയർത്തി അവളെ നോക്കി. എപ്പോഴൊക്കെ ഞാനിവിടെ വന്നാലും ഇതുപോലെ അല്ലെങ്കിലും ചെറിയ രീതിയിൽ അമ്മയുടെ സംസാരം ഉണ്ടാവാറുണ്ട്. അമ്മ വായി തോന്നി എന്തൊക്കെയോ വിളിച്ചു പറയും. അന്ന് ആന്റിയും കൂടും. ഇന്ന് അച്ഛനെ പേടിച്ചാണ് മിണ്ടാതെ നിന്നത്. പക്ഷേ
അപ്പോൾ ഒന്നും അച്ഛനുണ്ടാവാറില്ലല്ലോ. എല്ലാം കേട്ട് ഒരക്ഷരം മിണ്ടാതെ ഈ മുറിയിലേക്ക് കയറുമ്പോൾ ഭ്രാന്ത് പിടിക്കും. ആരെങ്കിലും കെട്ടിപ്പിടിച്ച് കരയാനൊക്കെ തോന്നിയിരുന്നു. പക്ഷെ ആരുമില്ല. അന്നും ഇന്നും കാശു ഒറ്റയ്ക്കാണല്ലോ. പിന്നെ ഒന്നും നോക്കില്ല. ബാഗുമെടുത്ത് ഒറ്റ പോക്കാണ്. അതെവിടേക്കാണെന്നൊന്നും അറിയില്ല. വിശന്ന മാത്രം വണ്ടി നിർത്തി വലതും കഴിക്കും. അവൻ വേദനയോടെ പറഞ്ഞു നിർത്തി. നന്ദു അവന്റെ മുഖമുയർത്തി ആ നെറ്റിയിൽ അമർത്തി മുത്തി. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. നമുക്കൊരു റൈഡ് പോയിട്ട് വരാം. ഇല്ലെങ്കിൽ ബാംഗ്ലൂരിലേക്ക് പോവാം. മൈൻഡ് ഒന്ന് ശരിയായി എല്ലാം ഓക്കെ ആയിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരാം. നന്ദു ഗൗരവത്തിൽ പറഞ്ഞതും കാശി അവളെ കണ്ണെടുക്കാതെ നോക്കി. ആദ്യം എന്റെ വീട്ടിലേക്ക് പോകാമെന്നാ ഞാൻ കരുതിയേ. പക്ഷേ അത് ശരിയല്ല കാശി. ഒരിക്കലും ഇവിടെ നടന്ന സംസാരം ഒന്നും അവരറിയാൻ പാടില്ല. അവരെന്നല്ല ആരും. അത് നമുക്ക് തന്നെയാ നാണക്കേട്. അതുകൊണ്ട് എല്ലാവരോടും കറങ്ങാൻ പോകുവാണെന്ന് പറഞ്ഞ് എന്റെ കാശിയുടെ മൈൻഡ് ഓക്കെ ആവുന്നത് വരെ നമുക്ക് യാത്ര തുടരാം. ഇപ്പോൾ എനിക്ക് നിന്റെ ഹാപ്പിനെസ് മാത്രമാണ് പ്രധാനം. കവളിൽ മെല്ലെ തഴുകിക്കൊണ്ട് അവൾ പറഞ്ഞു. ഒരു തുള്ളി കണ്ണുനീർ കാശിയുടെ കവിളിലേക്ക് ഇറ്റി വീണതും നന്ദു അവനെ പകപ്പോടെ നോക്കി. സന്തോഷം കൊണ്ടാ പെണ്ണെ. എന്നെ മനസ്സിലാക്കാനും ഇങ്ങനെ പൊതിഞ്ഞു പിടിക്കാനും നിന്നെ എനിക്ക് കിട്ടിയില്ലേ. ഞാൻ ജയിച്ചടി. അവളുടെ കവിളിനെ കുത്തിപ്പിടിച്ചവൻ ഇരു ചുണ്ടിനെയും ഒരുപോലെ വായിലാക്കി നുണഞ്ഞിരുന്നു. അവന്റെ മുടിയിൽ കൈ കടത്തി നന്ദു കണ്ണുകൾ അടച്ചു കിടന്നു.